അപ്പം നമ്മളെ വീട്ടുകൂടലിൻ്റെ തലേന്നെടുത്ത വീഡിയോ ആണ് ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത്. രാവിലെ നമ്മൾ വീടെല്ലാം നന്നായിട്ട് അടിച്ച് വാരി കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ സെറ്റൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. ആ ഹാള് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഇപ്പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ഹോമത്തിന് വേണ്ടി വാങ്ങി വെച്ച കുറച്ച് സാധനങ്ങളാണ്. കുറച്ചൊന്നല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ഇതാ കണ്ട മയിൽപ്പീലി, ഇതുപോലെ 2 പലക വേണം. പിന്നെ ഇതുപോലെ നമ്മൾ പൂജയ്ക്കുള്ള 2 വലിയ ദീപം, ഇത് സാമ്പ്രാണി കത്തിക്കാനുള്ള, ഇതെല്ലാം മൺകുടത്തിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്നവരുണ്ട്. അവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. നേരത്തെ ലീസ്റ്റ് തന്നിരുന്നു. ഇത് ഒരു മൺകലം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി വെക്കുന്നില്ലേ, ഇളനീരും മാവിൻ്റെ ഇലയൊക്കെ, 10 തേങ്ങ വേണമെന്ന് പറഞ്ഞു. അതിനാണ് ഈ മൺകുടം. പിന്നെ ഇത് മാവിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ ഹോമത്തിനുള്ളത്. ഇത് നമ്മളെ മെയിനായിട്ടുള്ള മൂർത്തികൾ. അപ്പോൾ ഇത് നമ്മൾ ഹോമം ചെയ്യുമ്പോൾ പൂജാ റൂമിൽ നേരത്തെ ഉണ്ടാവില്ലല്ലോ, കാരണം നമ്മൾ പൂജ ചെയ്ത് ആദ്യമായിട്ട് കയറുന്നില്ല. പക്ഷെ നമ്മൾ നേരത്തെ താഴെ ഹോമം ചെയ്തത് കാരണം ആ ഫോട്ടോസൊക്കെ നമ്മൾ വിസർജനം ചെയ്യും. അപ്പോൾ പുതിയ മൂർത്തികളെ വാങ്ങണം, അല്ലെങ്കിൽ ഫോട്ടോ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും തീരുമാനിച്ചു നല്ല 2 മൂർത്തികളെ വാങ്ങണമെന്ന്. അപ്പോൾ വീട്ടിൽ നല്ല ഐശ്വര്യമാണ് ഗണപതി ഇങ്ങനെ താമരയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നത് വാങ്ങണം കേട്ടോ, നിൽക്കുന്നത് വാങ്ങരുത്. അപ്പോൾ വീടുകളിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം. ലക്ഷ്മി ദേവിയുടെയും താമരയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ 2ഉം ഗണപതി, ഇത് നമ്മുടെ ഗണപതി നല്ല ഐശ്വര്യമാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. ഇതിൻ്റെ ഒരു ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂർത്തികളുടെ പ്രാണപ്രതിഷ്ഠ അക്ഷയ തൃതീയയുടെ അന്ന് ചെയ്ത് ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ കണ്ടില്ല, നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള 2 മൂർത്തികളാണ്. അപ്പോൾ അവർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു ഹോമമാണ് ഈ അക്ഷയ തൃതീയയുടെ അന്ന്. ഈ ഹോമത്തിന് അവർക്ക് പ്രാണൻ കൊടുത്ത് അത്രയും വലിയ ഹോമങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എടുത്ത് കയ്യിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് ഹോമമൊക്കെ ചെയ്ത് പൂജ അവർക്ക് ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കൊണ്ട് പൂജാ റൂമിൽ ഇരുത്തണം. പിന്നെ നന്നായിട്ട് കുളിപ്പിച്ച് ചന്ദനവും ഒക്കെ തൊട്ട് ഡെയിലി പൂജയാണ്. അപ്പോൾ എനിക്കതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് തലേന്ന് ഞാൻ ഇതെല്ലാം ഒന്ന് ഭംഗിയായിട്ടൊന്ന് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം, അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ എടുത്തത്. രാത്രിയായപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരു 5 തരം ഇലകൾ വേണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ആലില, പിന്നെ വേറെ ഇലകളുടെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ ഒടിയൽ പറയുന്ന ഒരു 5 തരം ഇലകൾ കൊണ്ടുവന്നു. ഇത് ഇഷ്ടികയും മണലും ഹോമത്തിന് ചെയ്യണം, എല്ലാം നേരത്തെ വെക്കണം. ഇത് ഇളനീര്. അപ്പോൾ ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ കൊണ്ടുവന്ന് അവിടെ വെക്കുമായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ പൂജാരി വന്ന് കോലം വരയ്ക്കാൻ വന്നിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ റൂമെല്ലാം കഴുകി തലേന്ന് കോലം ഇടും, കാരണം ഇവിടെ ചൂടായത് കാരണം രാവിലെ ഹോമം തുടങ്ങും. അപ്പോൾ എല്ലാം തുടങ്ങുമ്പോഴേക്ക് ലേറ്റാവും. ഒരു ഹോമം എന്ന് പറയുമ്പോൾ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോമം ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ തലേന്ന് ഇവർ പൂജാരിമാർ വന്നിട്ട് തലേന്ന് ഹോമത്തിനുള്ള ഓരോ ഭഗവാനെ എവിടെയൊക്കെ ഇരുത്തണം എന്നുള്ളതിന് കോലം വരയ്ക്കുന്നതാണ്. ഇത് ലക്ഷ്മി ദേവി ഇരിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സൂര്യഭഗവാനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തും. അത്രയ്ക്കും വലിയൊരു പൂജയും പ്രാർത്ഥനയും നടത്തി സൂര്യഭഗവാനെ ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തും. പിന്നെ ജഗന്നാഥിനെ ഇരുത്തും. അങ്ങനെ കുറേ ദുർഗാദേവീനെ അങ്ങനെ ഇരുത്തും. അങ്ങനെ അവരുടെ ദുർഗാദേവീൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അവിടെ ഒരു പൂജയും കാര്യങ്ങളും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നാളെ രാവിലെയാണ് അക്ഷയ തൃതീയയുടെ അന്ന്. ഞാൻ തലേന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഹോമം ചെയ്യാനുള്ള ഇഷ്ടികയും മണലൊക്കെ കൊടുത്തു. അപ്പോൾ അതും കൂടി അവരെല്ലാം കളം വരച്ച് എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി. അപ്പോൾ അത് എന്ത് ഭംഗിയായിട്ടറിയാം, മണലൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് കണ്ടില്ലേ, അവർ നല്ല ഭംഗിയായിട്ട് അതാക്കി വെക്കും. എന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് ബാക്കി കുറേ പരിപാടിയുണ്ട്. ഒരു 4-5 കിലോ നെല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നെല്ലിൻ്റെ മുകളിൽ മൺകുടത്തിൽ വെള്ളവും ഇളനീരും മാവിൻ്റെ ഇലയൊക്കെ വെക്കണം. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് കോലമൊക്കെ വരച്ച്, എന്ത് ഭംഗിയാ അറിയോ. ഇത്രയും കളങ്ങളൊക്കെ ഇട്ട് കണ്ടോ, അവർക്ക് ഒരു കണക്കുണ്ട് ഇത്ര കളറ്, എന്ത് ഭംഗിയായിട്ടാണ് അറിയോ അവർ കോലമൊക്കെ വരച്ചിരിക്കുന്നത്. അപ്പം ഇതാ കണ്ടില്ലേ, ഇത്രയും ചെയ്തിട്ട് പൂജാരിമാർ പോയി. കുറച്ച് ബാക്കിയുള്ള ഒരുക്കങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം തലേന്ന് തന്നെ ഒരുക്കി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ തിരക്കും ടെൻഷനിലും ബഹളത്തിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഒഡീഷയിൽ എങ്ങനെയാണ് വീട്ടിൽ കൂടുതൽ നടത്തുന്നതെന്ന് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് പുരിയിൽ നിന്ന് പൂവ് കൊണ്ടുവന്നിട്ടുണ്ട്, മാരിഗോൾഡ്. അപ്പോൾ
ഇത് വീടിൻ്റെ ഡോറിലൊക്കെ വെക്കണം. ഇത് നമ്മുടെ ജഗന്നാഥിൻ്റെ പതാകയാണ്. ഞാൻ അതൊന്ന് തൊട്ട് നമസ്കരിച്ചു. നമ്മുടെ പുരി ജഗന്നാഥിൻ്റെ ഏറ്റവും മുകളിൽ പൊന്തുന്നില്ലേ ആ പതാക നമ്മൾ അന്നത്തെ ദിവസം വീട്ടുകൂടലിൽ അന്ന് ഇവിടെ വീടിൻ്റെ മുകളിൽ കെട്ടണം. അപ്പോൾ പുരി ജഗന്നാഥിൻ്റെ പതാകയൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും. അതൊക്കെ തലേന്നേ കളക്ട് ചെയ്ത് കൊണ്ടുവെക്കണം. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പൂജാരിമാർക്ക് ബ്രാഹ്മണന്മാർക്ക് അവരുടുക്കുന്ന കാവിമുണ്ട് തോർത്തൊക്കെ കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ രണ്ട് പേര് പൂജ ചെയ്യാൻ വരും. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള അങ്ങനത്തെ കാവിമുണ്ട്. അവർ ഷർട്ട് ഇടൂലല്ലോ പൂജാരിമാരിങ്ങനെ കാവിമുണ്ട്, വലിയ മുണ്ടാണ് അത്. പിന്നെ പൂജയ്ക്കുള്ള ദേവിമാർക്ക് ഉടുക്കാനുള്ള ഇത് കുഞ്ഞു ഉടുപ്പുകൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡ്. അപ്പോൾ അതൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഗണപതിക്കും ലക്ഷ്മി ദേവിക്കൊക്കെ ഉടുപ്പിച്ചിട്ടാണ് പൂജ ചെയ്യുക. ഇത് തോർത്ത് ബ്രാഹ്മണന്മാർക്ക് കൊടുക്കാനുള്ളതാണ്. 4 തോർത്ത്, 2 സാരി, ഒരു വെള്ളമുണ്ട്. ഇതൊക്കെ അവിടെ ലക്ഷ്മി ദേവിയുടെ മുകളിൽ ഈ സാരി വെച്ചിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബ്രാഹ്മണന്മാർ കൊണ്ടുപോകും. അതാണ് അവിടെ വീടിൻ്റെ ഒരു ഐശ്വര്യം. ഇവിടുത്തെ ചടങ്ങുകളാണത്. നാളത്തെ ഹോമം ഞാൻ കാണിച്ചു തരാം. ഇത് ഹോമത്തിന് 1 ലിറ്റർ നെയ്യ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയയാണ്. ഞങ്ങളുടെ വീട്ടിൽ കൂടുതലാണ്. തൊണ്ടയൊന്നും വയ്യ. കാരണം ഇന്നലെ രാത്രി കിടക്കുമ്പോൾ 2 മണിയൊക്കെ ആയി. രാത്രി കിടക്കുമ്പോൾ 1:30-2 മണിയോളമായി. ഒരുപാട് ജോലിയായിരുന്നു. പിന്നെ നമ്മുടെ പാല് കാച്ചലാണ്. ഇന്നത്തെ ദിവസം ഇവിടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. കുറച്ച് പേര് നമ്മുടെ അടുത്ത ഫാമിലി ഫ്രണ്ട്സും ഫാമിലിയിലെ കുറച്ച് പേര് വിളിച്ച് ചെറിയൊരു രീതിയിൽ ഒരു വീട്ടുകൂടലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വീട്ടുകൂടലിന് ഒഡീഷയിൽ എന്തൊക്കെയാണ് ഒരുക്കുന്നതെന്നാണ്. ഇന്നലെ രാത്രി തൊട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കോലം വരയ്ക്കൽ, ഒരുപാട് സാധനങ്ങളാണ്. ഇവിടുത്തെ കർമ്മങ്ങൾ പൂജ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ചുമ്മാ വീട്ടിൽ പാല് കാച്ചി വീട്ടുകൂടലല്ല, വലിയൊരു ഹോമം തന്നെ നടത്തി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ആകെ ടൈഡാണ്, ഒരുപാട് താക്കാനൊന്നും. രാവിലെ 4 മണിക്ക് എണീറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നല്ല വെയിൽ വന്നു. അതാണ് ഇവിടെ ലൈറ്റ് കുറവ് കാണാം. അപ്പോൾ മോളില്ല, മോള് നാളെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മുടെ ചെറിയ സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണിച്ചു തരാം. പിന്നെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ അക്ഷയതൃതീയയുടെ അന്ന് ഇതുപോലെ വീടിൻ്റെ മുൻപിൽ ഇങ്ങനെ മൺകുടത്തിൽ വെള്ളം ഒഴിച്ച് വെക്കണം. അത് വീടിൻ്റെ ഐശ്വര്യത്തിനും നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. എന്താ പൂജാ റൂമിലൊക്കെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ 4 മണിക്ക് എണീറ്റ് എൻ്റെ പൂജാ റൂമിൽ നേരത്തെ ഉണ്ടായ ഫോട്ടോസൊക്കെ നമ്മൾ ഒരു പൂജയൊക്കെ ചെയ്ത് ദീപമൊക്കെ തെളിയിച്ച് വെച്ചിട്ടുണ്ട്. വിസർജനം ചെയ്തിട്ട് നമ്മൾ വേറെ മൂർത്തികൾ വെക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഭംഗിയായിട്ട് പൂജയും ചെയ്തതൊന്ന് ഞാൻ കാണിച്ചതാണ്. അപ്പം പൂജാരിമാരൊക്കെ വന്ന് നേരത്തെ അവരുടെ പരിപാടികൾ ഒരു രാവിലെ 6:30 ആയപ്പോൾ അവർ വന്ന് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കോലങ്ങളൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അവർ ഒരുക്കുമായിരുന്നു. ഇത് നമ്മളപ്പോൾ അതിൻ്റെ ഇടയിൽ രാത്രി തന്നെ പൂമാലയൊക്കെ കെട്ടിയായിരുന്നു. പൂമാലകളൊക്കെ കെട്ടി. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ 1:30 ആയി. അപ്പോൾ എല്ലാം ഒരുക്കണമായിരുന്നല്ലോ. ഇതുപോലെ നെല്ലിൻ്റെ മുകളിൽ മൺകുടമൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് അതിൽ മാവിൻ്റെ ഇലയൊക്കെ വെക്കലും അങ്ങനെ കുറേ ഒരുക്കങ്ങൾ. അവർ രാവിലെ വന്ന് 2 പേരും വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ മണലിൻ്റെ പുറത്ത് കോലം വരച്ചു. ഇവിടെ ലക്ഷ്മി ദേവി ഇരിക്കാനുള്ള എല്ലാം സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഇവിടെ കാണുന്നില്ലേ, ഒരു കൊട്ട പോലെ നെയ്തതുണ്ട്. അതിൽ ഫുള്ള് നെല്ലിട്ടിട്ട് നെല്ലിൻ്റെ പുറത്താണ് ലക്ഷ്മി ദേവീനെ ഇരുത്തുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുക്കിയതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പം എല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ ഡോറിൻ്റെയും ഫ്രണ്ടിലിങ്ങനെ പൂവ് ഇങ്ങനെ തൂക്കിയിടണം.
പൂമാലകൾ. അപ്പോൾ നമ്മൾ മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇതുപോലെ ചെറിയ ലക്ഷ്മി പാദം കോലം വരച്ചിട്ടുമുണ്ട്. അപ്പോൾ മുകളിൽ 2 റൂം, എല്ലാ ഡോറിൻ്റെയും മുകളിൽ ഇങ്ങനെ പൂമാലയൊക്കെ കെട്ടി. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം. ഈ ബാൽക്കണിയിൽ നിന്ന് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ കരിയാപ്പില മരം. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ബാക്കിൽ, ഫ്രണ്ടിൽ, ബെഡ്റൂമിൽ എല്ലാം ഇതുപോലെ മാല കെട്ടിയിട്ടുണ്ട്. ഓരോരോ തിരക്കിലാണ്. അപ്പോൾ ഞാനെല്ലാം ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഹോമത്തിനുള്ള എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരുക്കങ്ങളും ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇരിക്കാൻ സമയം, ഒരു മുഹൂർത്ത സമയം പോലെ ഒരു സമയമുണ്ട്. ആ ടൈം ആകുമ്പോഴാണ് നമ്മളവിടെ പോയി ഇരിക്കേണ്ടത്. ഞാനും എൻ്റെ ചേട്ടനുമാണ് ഇരിക്കേണ്ടത്, ഹോമത്തിലിരിക്കുന്നത്. നമ്മൾ 2 പേരും ഇരിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും പൂജാരിമാർ നമുക്ക് 2 പേർക്കും ഓരോരുത്തർക്ക് ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ബുക്കുണ്ട്. അത് ആ പുസ്തകത്തിലെ കീർത്തനങ്ങളും ഓരോ കാര്യങ്ങളും പാടി തീരുന്നത് വരെ ഹോമമായിരിക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് റെസ്റ്റ് ഉണ്ടാവും. അതുവരെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ മാത്രമല്ല, പൂജാരിമാരും കഴിക്കുന്നില്ല. ഈ ഹോമം ഒരു ഭാഗം ഉണ്ട്, അത് അത്രയും തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാം. ആ സമയത്ത് പോയിട്ട് ലഘുവായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക. ചോറൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും വലിയ ഹോമവും പൂജയൊക്കെ നടക്കുന്ന കാരണം വീട്ടിലെ എച്ചിലൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ, ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും അത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. പക്ഷേ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പം അതുവരെ എല്ലാവരും ആ പ്രാർത്ഥനയിലും പൂജയിലുമാണ്. മക്കൾക്കൊക്കെ ലഘുവായിട്ടുള്ള ഇതൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു. അതവർ പറയുന്ന ആ സമയത്ത്, റെസ്റ്റ് പറയുന്ന ആ സമയത്ത് എല്ലാം അവിടെ ഓഫാക്കി വെച്ചിട്ട് പോയി എല്ലാം കഴിക്കും. ഹോമത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ എഴുന്നേൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ മുഹൂർത്ത സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത്, ആ മുഹൂർത്ത സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവർ 2 പൂജാരിമാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. നല്ല അടിപൊളി ഹോമമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ വന്ന ഉടനെ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.